നീറ്റ് പരീക്ഷാഫല ക്രമക്കേടിൽ ആരോപണവുമായി ബീഹാർ ഉപമുഖ്യമന്ത്രി അറസ്റ്റിലായവർക്ക് RJDയുമായി അടുത്ത ബന്ധമെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ ആരോപിക്കുന്നു. രാധാകൃഷ്ണൻ RK റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുകയാണ് അതിനോട് RJD അത് തള്ളുകയാണ്. അതിലെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ചോദ്യപേപ്പർ നീറ്റിൽ ചോർന്നു കിട്ടി എന്നൊരു വിദ്യാർത്ഥി തന്നെ മൊഴി നൽകുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ ആരോപണം വെച്ച് അതിനെ പ്രതിരോധിച്ചു നിൽക്കാൻ കഴിയും എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഏറ്റവും അവസാനമായി ഉണ്ടായിരിക്കുന്ന ഒരു നടപടി ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടിയാണ്. NDAയുടെ DGയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ബന്ധം ആരെങ്കിലും വഴി ഉണ്ടായിരുന്നു എന്നത് മാത്രം ന്യായമായിട്ട് മുന്നോട്ട് വയ്ക്കാമായിരുന്നെങ്കിൽ ആ നടപടിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കടക്കുമായിരുന്നില്ല. NDAയുടെ DGയെ വിളിച്ചു വരുത്തി ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കും എന്നതിന്റെ ആദ്യ സൂചന വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനമടക്കം നഷ്ടമാകുന്ന വിധത്തിലായിരിക്കും ഇനി ഉള്ള നടപടികൾ എന്നത് വേണം നമുക്ക് അനുമാനിക്കാൻ. ഏതായാലും ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് സിൻഹ നടത്തുന്ന ആരോപണം അനുസരിച്ച് ഈ അറസ്റ്റിലായവർക്ക് RJDയുമായിട്ട് ഉച്ചബന്ധം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ പാപഭാരത്തിൽ നിന്നും ഏതായാലും RJDക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന സ്ഥാപിക്കുകയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ബീഹാറിൽ ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. CBIയും കേന്ദ്ര സർക്കാരും വിഷയത്തിൽ റിപ്പോർട്ടുകൾ അടക്കം തേടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് എന്തായാലും NDAയുടെ ഡയറക്ടർ അടക്കം വിളിച്ചു വരുത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ നീറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പാവപ്പെട്ട മേഖലയിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു വർഷം പോയി നിന്ന് കാശ് മുടക്കി പഠിക്കാനാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരുപാട് കുട്ടികൾ അത്തരത്തിൽ പഠിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് പേരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ മേഖലയിലേക്കും എഞ്ചിനീയറിംഗ് മേഖലയിലേക്കൊക്കെ ഒരു കരിയർ ഓപ്ഷൻ എന്നുള്ളതിൽ കടന്നു ചെല്ലാൻ ഒരുപാട് പേർ ആസ്പിറേഷനെ കരുതുന്ന മേഖലയാണ്. അതിൻ്റെ വിശ്വാസത്തെ ഇത്തരത്തിൽ തകർന്നു പോകുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ്. തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.